അവിടെ ഒരു പോലീസ് വണ്ടിയും പത്രാസും. ഇക്കണക്കിന് പോയാലേ അന്നമ്മയുടെ മറ്റൊരു മുഖം കൂടി ഈ കോളനിക്കാർ കാണേണ്ടി വരും. അല്ല പിന്നെ വേണ്ട വേണ്ടാന്ന് വിചാരിക്കും തോറും തലേ കയറി കിടന്നങ്ങ് നിരങ്ങുവാ. പുറപുറത്തോണ്ടൊന്നും അല്ലല്ലോ വന്നേ, ഉറക്കല്ലോ സംസാരിച്ചേ. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കർത്താവ് ഇവക്ക് എന്നാ പറ്റി? പള്ളിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. പറ, എന്താ പ്രശ്നം? ഈ കോളനി നമ്മൾ ഇങ്ങനൊന്നും ജീവിച്ചാ പറ്റിയല്ല. എങ്ങനെ ജീവിച്ചാ പറ്റിയല്ല? ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഗാന്ധസൂക്തം വായിച്ചോണ്ടിരുന്ന പറ്റിയല്ല. നമ്മളെല്ലാരും കൂടെ അങ്ങ് ഒതുക്കുവന്ന്. നിനക്കിതെന്തു പറ്റിയല്ലേ? അമേരിക്കയിൽ പോയിച്ച് വന്നാലെങ്കിൽ ഇതിന്റെ സ്വഭാവത്തിനൊരു മാറ്റം വരുമെന്നാ ഞാൻ വിചാരിച്ചത്. നിനക്കിപ്പ ഞാൻ മാറണം, മനസ്സിലായി. പ്രായം ചെല്ലും തോറും ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരുള്ള സമീപനം ഇങ്ങനെ മാറണം. അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനല്ലല്ലോ നിങ്ങൾ മറുപടി പറയുന്നേ. നാട് ഓടുമ്പോ നടുവേ ഓടണം, മനസ്സിലായോ? എടോ, ചാക്കോച്ചൻ വെളുപ്പിന് 5:30 മണിക്ക് എഴുന്നേറ്റ് 2 കിലോമീറ്റർ ഓടുന്നുണ്ട്. അതൊക്കെ മതി. അത് പോരാ. പിന്നെ ഞാൻ വല്ലവന്റെ നടുവിലൂടെ ഓടാം. അല്ലെങ്കിലും ഇതിയാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഉടനെ പറയും അരി എത്രയാന്ന് ചോദിച്ചാ പയർ 5 അരിന്ന്. അപ്പൊ നീ എന്ത് വേണം? പയർ എത്ര അത് ചോദിക്കണം. എനിക്കങ്ങോട്ട് എന്റെ വിഷമങ്ങളൊക്കെ പിന്നെ ഞാൻ ആരോടാ പറയുന്നേ? എന്റെ പൊന്നമ്മേ, നിനക്ക് എന്തുവാ പ്രശ്നം? ഓരോ അവളുമാരുടെ പത്രാസും പളവളപ്പും ഒക്കെ കാണുമ്പോ ഉണ്ടല്ലോ, എനിക്കിവിടെ അന്തസ്സായിട്ട് തലയുയർത്തി നടക്കാൻ പറ്റിയല്ലാന്ന്. പിടികിട്ടി. ആ സുമയെ നീ ഇന്ന് കണ്ടു കാണും. അവളെ കാണുന്ന ദിവസം എന്റെ അന്നാമ്മയ്ക്ക് ഉറക്കമില്ലല്ലോ. ഭർത്താവ് സർക്കിൾ ഇൻസ്പെക്ടർ ആണെന്ന് വെച്ച് ഇങ്ങനെയുണ്ടോ ഒരു അഹങ്കാരം? നീ അഹങ്കരിച്ചോ? അഹങ്കാരം ആർക്ക് വേണേ എടുക്കാലോ, അതിന് ടാക്സ് ഒന്നുമില്ല. അതിന് എന്റെ ഭർത്താവ് പോലീസ് ഓഫീസറൊന്നും അല്ലല്ലോ. അല്ലല്ലോ. ഇനിയിപ്പൊ ടെസ്റ്റ് എടുത്ത് പോലീസിൽ ചേരാനുള്ള പ്രായം കഴിഞ്ഞു പോയി. അല്ലെങ്കിൽ ഒരു നോക്കായിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥനെക്കാളും പവറുള്ള ഏത് ജോലിയാ വേറെ ഉള്ളത്? ഓരോ ജോലിക്കും ഓരോ പവർ ഉണ്ടോ. നമുക്ക് അങ്ങനെ പവറുള്ള ഒരു ജോലി സ്വന്തമായിട്ട് ശരിപ്പെടുത്താൻ പറ്റുമോ? പറ്റുമല്ലോ. എങ്ങനെയാന്നേ? അമേരിക്കയിലും മറ്റും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികളുണ്ട്. അവരുടെ സേവനം പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രയോജനപ്പെടുത്താറുണ്ട്. നമുക്ക് അങ്ങനെ ഒന്ന് തുടങ്ങിയാലോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എല്ലാം ഞാൻ വഴിയേ മനസ്സിലാക്കി തരാം. വാന്നേ. CID ഓഫീസ് തുടങ്ങുന്നതിനെ പറ്റി ബാലപ്പന്റെ അഭിപ്രായം എന്നാ? വളരെ നല്ല അഭിപ്രായമാണ്. ഇപ്പൊ തന്നെ അമേരിക്കയിൽ, ലണ്ടനില്, ഡാർജിലിംഗില് എല്ലായിടത്തും പാർട്ടി ഓഫീസ് തുറക്കുന്ന പോലെയല്ലേ CID ഓഫീസുകൾ തുറന്നിരിക്കുന്നത്. ഇതുപോലെ ഒരു CID ഓഫീസ് തുടങ്ങാൻ എത്ര പണം വേണ്ടി വരും ബാലപ്പ? എന്റെ ചേട്ടത്തി തുടങ്ങുന്നതൊക്കെ നല്ലതാ. ആ പ്രമേയത്തെ ഞാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പക്ഷെ പണച്ചെലവ് അല്പം കൂടുതലാണ്. എടോ ബാലപ്പ, ഞാനേ പുളിയമ്പറമ്പ് തറവാട്ടുകാരിയാ. അറിയാം. ഒരു CID ഓഫീസ് തുടങ്ങാനുള്ള കാശൊക്കെ എന്റെ കയ്യിലും ആണല്ലേ? എത്ര വലിയ ബഡ്ജറ്റ് ആയാലും നല്ല മണി പോലത്തെ CIDമാരെ വെച്ച് CID ഓഫീസ് തുടങ്ങണം. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിൽ ഒരു ബോർഡും വെക്കാം, പുളിയമ്പറമ്പിൽ CID ഓഫീസ് പ്രൈലി. അതെന്നതാണോ ഈ പ്രൈലി? എന്റെ ചേട്ടത്തി വലിയ വലിയ ഓഫീസുകൾ തുടങ്ങുമ്പോ അതിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിരിക്കും, പ്രൈലി എന്നും പറഞ്ഞു. പ്രൈലി എങ്കിൽ പ്രൈലി. എന്നിട്ട് വേണം ആ CIDകളെ വെച്ച് എനിക്ക് പല സീക്രട്ടും കണ്ടുപിടിക്കാൻ. പിന്നെ തുടങ്ങുന്നെങ്കിൽ നല്ല സെറ്റപ്പിൽ തുടങ്ങണം. ഒരുമാതിരി മാട്ട സെറ്റപ്പായി പോവരുത്. പിന്നെ കുറച്ച് തോക്ക് വേണം. തോക്കണോ? തോക്കുന്ന പ്രശ്നമില്ല. അയ്യോ ചേട്ടത്തി, തോക്കണോന്നല്ല പറഞ്ഞത്, കുറച്ച് തോക്ക് വേണം. അത് വേണം. ആ മേജർക്ക് ഇതിനെ പറ്റി ചിലപ്പം കൂടുതൽ അറിവ് കാണും. ആരെ വെടിവെക്കാനായി തോക്കും പെരുകിയൊക്കെ? എന്നാണെന്ന് വെച്ചാൽ ഈ കോളനിയിലെ മുൻ പ്രസിഡന്റായിരുന്ന ചാക്കോച്ചനെയും മിസ്സസ് ചാക്കോച്ചനായ എനിക്കുമെതിരെ പടയൊരുക്കുന്നവരെ തച്ചു തകർക്കാൻ. എന്റെ ഗീവർഗീസ് പുണ്യമടച്ച എന്റെ കെട്ടിയുള്ള അന്നാമ്മയാണോ ഈ സംസാരിക്കുന്നത്? ചാക്കോ സാറേ, അന്നമ്മ ചേട്ടത്തി പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടോ. എന്തുവാണോ കാര്യം? സത്യം പറഞ്ഞ ചാക്കോ സാറ് അന്നമ്മ ചേട്ടത്തി അമേരിക്കയിൽ നിന്ന് വന്നതിൽ പിന്നെയാണ് ഈ കോളനി ഒന്ന് ഉണർന്നത്. സത്യം. എന്നെ അത്രയും കാലം കോളനിക്കാര് മൊത്തം കിടന്നുറങ്ങുകയല്ലായിരുന്നു. അവിടെ ഇരിക്കടാ. ചേട്ടത്തി, ഇരിക്കുന്നതിന് മുമ്പ് 2 വാക്ക്. ചരിത്രത്തിൽ ഹിറ്റ്ലർ എന്ന ഏകാധിപതിയുടെ ധൃതരാഷ്ട്ര ആലിംഗനത്തിൽ എങ്ങനെയാണോ ജർമ്മനി തകർന്നത്,
അതുപോലെയാണ് ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ കയ്യിൽ കിടന്ന് ഈ കോളനി പൊളയുന്നത്. എന്ന് മാത്രമല്ല, ഈ നാട്ടിൽ ഈ കോളനിയിൽ ഒരു ജനാധിപത്യം പുലരാൻ ഞാനൊരു രാഷ്ട്രീയ ജീവനക്കാരനായതുകൊണ്ട് നമ്മുടെ വാക്കിന് വിലയില്ലല്ലേ. തന്റെ വാക്കിന് കിലോക്ക് എത്ര രൂപയാണെന്ന് വെച്ചാ പറ, അത് ഞാൻ തന്നേക്കാം. ഇത് ശരിയാവത്തില്ല ചേട്ടത്തി. ശരിയാവും. പുളിയമ്പറമ്പിലെ അണ്ണമ്മച്ചേടത്തി അങ്ങനെ വെറും വാക്ക് പറയുന്ന ആളൊന്നും അല്ല. അന്നാമോ, ആ ഇതൊന്നും അഹിംസയിലും ആദർശത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഈ ചാക്കോച്ചന്റെ പോളിസിക്ക് ചേർന്നതല്ല. ആ പോളിസി തൽക്കാലം അവിടെ ഇരിക്കട്ടെ. നമുക്കേ പുതിയൊരു പോളിസി എടുക്കാം. ആ പോളിസിയിലൂടെ ജവഹർ കോളനിയിലെ അനിഷേധ്യ നേതാവാക്കും ഞാൻ എന്റെ ചക്കര ചാക്കോച്ചനെ. നോക്ക്, എന്റെ കൂടൊന്ന് നിന്ന് തന്നാ മതി കേട്ടോ. ഓ എന്റെ കർത്താവേ, ആത്മഹത്യ ചെയ്ത ഏതോ രാഷ്ട്രീയക്കാരന്റെ ഭാര്യയുടെ പ്രേതം നിന്റെ ദേഹത്ത് കയറിയിട്ടുണ്ടാവും എന്നമോ. പോന്നേ. ഹലോ, ആ വേണ്ട വേണ്ട, സർക്കിളിനോടൊന്നും സംസാരിക്കണ്ട. അയാൾ എന്നോട് സംസാരിക്കാൻ പ്രാപ്തനല്ല, അതുകൊണ്ടാണ്. നമുക്ക് ഡിവൈഎസ്പിയോടോ കമ്മീഷനോടോ സംസാരിക്കാം. ഓക്കെ. വ്യാമോഹങ്ങൾ വ്യാമോഹങ്ങൾ. എന്ത് നിങ്ങൾക്കെന്ത്? ഞാനല്ലേ ആദ്യം എന്തെന്ന് ചോദിച്ചു, അതിനുള്ള മറുപടി നീ ആദ്യം പറ. സൂക്ഷിച്ചൊക്കെ നടന്ന ഓരോരുത്തർക്ക് കൊള്ളാം. ഡേയ്, ഞാൻ സൂക്ഷിച്ച് തന്നെയാണ് നടക്കുന്നത് കേട്ടാ. നിന്നെ മറ്റേ സാറുണ്ടല്ലോ, ഇൻസ്പെക്ടർ പ്രകാശ് കുമാർ അങ്ങനെ കൽക്കട്ടയിലെ കോലാലംപൂരൊക്കെ പോയിട്ട് തിരിച്ചിങ്ങി വന്നാ അവിടെ തന്നെ സെറ്റിലായ. വന്നെങ്കിൽ അല്ല, വന്നെങ്കിൽ നീ പറഞ്ഞേരെ. എടാ, സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശ് കുമാറിനേക്കാൾ കഴിവുള്ള ഒരു ഡിറ്റക്റ്റീവ് നമ്മുടെ കോളനിയിൽ ചാർജ് എടുത്ത് കഴിഞ്ഞു. കോട്ടയം പുഷ്പനാഥാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു. കൊല്ലക്കുടിയിലെ മുയലിനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കല്ലേ മോനെ. നീ പേടിപ്പിക്കൂടെ? ഞാൻ പേടിപ്പിക്കൂടെ കേട്ടാ? ആ മുയലിനെ ചെവിക്കെടുത്ത് തൂക്കി നിലത്തടിച്ച് അതിന് ഉപ്പും മുളകും ഇട്ട് കുഴച്ച് നല്ല വെളിച്ചെണ്ണിട്ട് വറുത്ത് കരിമുരാന്ന് പറഞ്ഞ് ഞാൻ ഈ കോളനിയുടെ റോഡിൽ കൂടെ തിന്നോണ്ട് കിടക്കൂടാ. ഉപ്പും കൂടുതൽ സംസാരിക്കല്ലേ കേട്ടാ. സംസാരിക്കല്ലേ കേട്ടാ? എന്തിനാടാ ഇങ്ങനെ റോഡിൽ വന്ന് നേരം എന്നാ റോഡിന് നടുക്കോട്ട് പോയില്ല, നെഞ്ചത്തൂടെ കയറി പോട്ട്. ഞാൻ ബസ് ഇറങ്ങാൻ വന്ന്. അതിവിടെ അല്ല, അപ്പുറത്തെ പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ളടത്ത് പോയി നിന്നോളാം. എന്താ പ്രശ്നം? അതെ, അരിങ്ങോടരെയാണ് അവൻ അരിവാള് കാണിച്ച് മേടിക്കുന്നത്. ആരാടാ അരിയുന്നത്? നീ എന്താ അരിയെന്ന് പറഞ്ഞു? അരിയുന്നല്ലേ? വണ്ടി അടിച്ചാവ് സൂക്ഷിച്ചു പോ. വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമല്ല, നീ ചുമ്മാ അല്ലേ. അന്നാമോ, ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്നതാന്നേ നിന്റെ ഈ വേഷോഭാവം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. എന്നാ ഈ ജവഹർ കോളനിയിലെ അന്നാമ്മ എന്ന പുളിയാമ്പറമ്പത്തുകാരി ഉണ്ടെന്ന് നാലാൾ അറിയട്ടെ. അത് നീ ചപ്പളാച്ചി വേഷമൊന്നും കെട്ടണ്ട. ഇത് ചപ്പളാച്ചി വേഷമൊന്നും അല്ല, നല്ല ഒന്നാന്തരം വേഷം. അന്തസ്സായിട്ട് പെരുമാറുക. അന്തസ്സായിട്ട് തന്നെയാ പെരുമാറുന്നത്. എന്റെ അച്ചായോ, ഇവിടെ നിന്ന് പിഴക്കണമെങ്കിലേ ഒരു ഇച്ചിരി ആഡംബരം ഒന്നും ഇല്ലാതെ പറ്റുകയില്ല. ആ, ബാങ്കിൽ നിന്ന് കുറച്ച് രൂപ എടുക്ക്. എനിക്കൊരു കാറ് വാങ്ങിക്കണം. അയ്യോ, കാറോ? അച്ചായന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ഞാൻ ഏതാണ്ട് ഹെലികോപ്റ്റർ വാങ്ങിക്കാൻ പോണെന്ന്. ഇങ്ങനെ പോയാ ഹെലികോപ്റ്ററല്ല, യുദ്ധവിമാനം വരെ നീ വാങ്ങി കൂട്ടും. ആ, ഇവിടെ ഓരോരുത്തരെ പോലീസ് ജീപ്പിലാ മീൻചന്ത പോന്നത്. അതിനൊന്നുമില്ല, കാറ് വാങ്ങിക്കണം. കാറ് മേടിച്ചോ, ഞാനും കൂടെ വരാം. ഇപ്പൊ ഞാൻ കാറ് വാങ്ങിക്കാനല്ല പോകുന്നത്, ഒരാളെ കാണാനാ. നമ്മുടെ CID ഓഫീസ് തുടങ്ങാനുള്ള പദ്ധതികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ കാര്യത്തിന് പോവാ. ഒന്ന് മാറിക്കേ, കണ്ണു കാണുന്നില്ലല്ലോ. തട്ടിപ്പടഞ്ഞ് വീഴുവോ? വെച്ചാലങ്ങ് പ്രാക്ടീസ് ആവും. പോകാം. അയ്യോ, കാർ കൊണ്ടുവന്നില്ലേ? അയ്യോ, ഓട്ടോയിൽ പോകാനുള്ള ദൂരേ ഉള്ളൂ. വേണമെങ്കിൽ ഞാൻ ടാക്സി വിളിക്കാം. വേണ്ട, തൽക്കാലം ഓട്ടോയിൽ പോകാം. ഉടനെ ഞങ്ങളൊരു കാറ് വാങ്ങിക്കണം. ഇതെല്ലാം ജാക്കോ സാറിനെ പ്രസിഡന്റ് ആക്കാനുള്ള ചവിട്ടുപടികളാ. മതി, നിങ്ങൾ പോയിട്ട് വാ. ഓട്ടോ ഇവിടെ ഇവിടെ കിടപ്പുണ്ട്. ഹലോ, അതെ. അയ്യോ, നിങ്ങൾ എവിടെയുണ്ട്? എവിടുന്നാ വിളിക്കുന്നത്? ഹലോ, സംസാരം കേട്ടിട്ട് ആ പയ്യന്മാരിലാരോ ഒരാളാന്നാ തോന്നുന്നത്. അതെയോ?
അയ്യോ എൻഗേജ് ടൂണാ. ചിലപ്പോ ഇങ്ങോട്ട് ട്രൈ ചെയ്യായിരിക്കും. വെയിറ്റ് ചെയ്യാം. ഛേ എൻഗേജ്ഡാ. ഹലോ, ഈ മൊബൈലിലേക്ക് വിളിച്ചിരുന്നോ? ഇങ്ങോട്ട്. അല്ല, ഈ നമ്പറിലേക്ക് വിളിച്ച ആൾ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കാവോ പ്ലീസ്? ഈ സ്ഥലം ഏതാണെന്നൊന്ന് പറയൂ. എന്താ പറഞ്ഞേ? വടയേക്കാടെന്ന സ്ഥലത്തെ ഏതോ ബൂത്തിൽ നിന്നാ വിളിച്ചേ. വടയേക്കാടോ? അത് തൃശ്ശൂരിനടുത്തുള്ള ഏതോ സ്ഥലമാണെന്നാ തോന്നുന്നേ. വിഷമിക്കണ്ട, ഇനി വിളിക്കും. ചാക്കോസാറിന്റെ വീട്ടിൽ നടന്ന ആ സംഭവത്തിന് ശേഷം അരവിന്ദ് എന്നെ ഒന്ന് വിളിക്കുക കൂടി ചെയ്തില്ല. ആരൊക്കെ ഏതൊക്കെ രീതിയിൽ റിയാക്ട് ചെയ്യുന്നുള്ള സങ്കോചം കൊണ്ടാവും ചിലപ്പോ വിളിക്കാത്തത്. അവരെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു നിവൃത്തിയും ഇല്ല. ശ്യാമിന്റെ റഷീദിന്റെ വീട്ടിൽ വിളിച്ചിട്ട് അവിടെ ചെന്നിട്ടില്ല എന്നുള്ള വിവരം അറിയാൻ കഴിയും. ഹലോ മാഡം, ബോയ് ഫ്രണ്ടിന്റെ ഫോൺ കോൾസുകൾ ഉള്ളതുമാണോ? എന്തേ? അല്ല, മൊബൈലിൽ തന്നെ കണ്ണും നട്ടിരിക്കുന്നുണ്ടെന്ന് ചോദിച്ചു പോയതാണേ. ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ കോളനിയിൽ ഒരു പുതിയ കരം വന്നിട്ടുണ്ട്. ചേച്ചി ഒന്ന് പരിചയപ്പെടണം. ആര്? ആ പൈലകളെ പോലെ ഫ്രാഡുകളൊന്നും അല്ല, നല്ല ഡീസന്റ് പാർട്ടിയാ. സുന്ദരേശൻ, സ്ക്രിപ്റ്റ് എഴുത്തുകാരനാ, സീരിയലിന്റെ തിരക്കഥാകൃത്ത്. അയ്യോ, CK സുന്ദരേശൻ സാറോ? പിന്നല്ലാതെ CA സാറിന്റെ വാടക കെട്ടിടത്തിൽ താമസിക്കുന്നത്. അല്ല, ആ പയ്യന്മാരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അവന്മാർക്ക് വിവരമേ ഇല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നഞ്ചുകലയ്ക്ക് കോളനിക്കാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിലാക്കുമോ? പിന്നെ കേന്ദ്രത്തിൽ നിന്ന് വരെ അന്വേഷണം വരും. അവന്മാരെല്ലാം ഇറുവും. പണ്ടിയാണ് പോലീസുകാരാ. നിങ്ങൾ ആദ്യം പഴച്ച ചണ്ടാക്കളോട് ഇറക്കി, എന്നിട്ട് മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷ പറ. ये कॉलोनी में ऐसे डिटेक्टिव एजेंसी की आवश्यकता है. തുടങ്ങിയ അയാളെ തെലുങ്ക് പറച്ചില്. വിശദമായിട്ട് തന്നെ പറയാം. ഈ ഡിറ്റക്റ്റീവ് ഏജൻസി കൊണ്ട് ഈ കോളനിയിലുള്ളവർക്ക് ഒരു ദോഷവും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ താനും അന്നാമ്മയുടെ പക്ഷത്താണല്ലേ ഡിറ്റക്റ്റീവ് ഏജൻസി പോലും? അത്രയ്ക്ക് അങ്ങോട്ട് പുച്ഛിച്ച് തള്ളാനേ ഇതന്നെ ഭീകരപ്രസ്ഥാനമൊന്നും അല്ലല്ലോ. എന്റെ പൊന്നന്നാമ്മേ, നീ പണം കൊണ്ട് പന്ത് കളിക്കുന്ന പുളിയാമ്പറമ്പത്ത് തറവാട്ടുകാരിയാന്നുള്ള കാര്യം സമ്മതിച്ചു. പക്ഷേ ഈ കളി നമുക്ക് പറ്റിയതല്ല. അല്ല, അത് എന്തുകൊണ്ട് പറ്റത്തില്ല? ഈ ഡിറ്റക്റ്റീവ് ഏജൻസികളൊക്കെ തുടങ്ങുന്നതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സ്, സൈന്യത്തിൽ നിന്ന് വിരമിച്ചവർ, ഡോക്ടർമാർ, ഇങ്ങനെയുള്ളവരാണ് ഇതുപോലെ ഉത്തരവാദിത്വമുള്ള പ്രസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ശരിയാ. ഞാനൊരു പട്ടാള മേധാവിയായിരുന്നു എന്നുള്ള കാര്യം ചാക്കോച്ചൻ മറന്നോ? വേണമെങ്കിൽ എന്റെ ലൈസൻസ് ഉപയോഗിക്കാം. ജവഹർ കോളനിയുടെ നന്മയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ വരെ ഈ ജവാൻ തയ്യാറാണ്. ഇതിന്റെ ഉദ്ദേശശുദ്ധിയെ പറ്റി എനിക്ക് സംശയമുണ്ട്. സംശയിക്കണ്ട, നല്ല ഉദ്ദേശശുദ്ധിയാ. ദാ ഈ ഇരിക്കുന്ന മേരുടെ മകൾക്ക് എത്ര കല്യാണാലോചന വന്നതാ. എല്ലാം ഒത്തുവരുമ്പോ ദാ കിടക്കുന്നു. ചെറുക്കന്റെ വീട്ടുകാർ പിന്മാറും. ഉള്ളത് തന്നെ സത്യം. ആരോ ഇത് മനഃപൂർവ്വം കലക്കുന്നതാ. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ ഇതുപോലുള്ള CID ഓഫീസുകൾ വെച്ചാൽ നടക്കത്തില്ലെന്നാ എന്റെ ചോദ്യം. ഇല്ലടാ? അല്ല, അതിന് ഉത്തരം കണ്ടുപിടിച്ചേ പറ്റൂ. അതുപോലെ തന്നെ കോളനി പ്രസിഡന്റ് പ്രകാശ് കുമാറിന്റെ അഴിമതി കഥകളും പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഭാര്യ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാര്, ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യമാര്, പിന്നെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഉച്ചപ്പടം കാണാൻ പോകുന്ന കുട്ടികള്, ഇതെല്ലാം ഈ ഡിറ്റക്റ്റീവ് ഏജൻസിയുടെ പരിധിയിൽ വരുന്നതാണ്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക ബാലപ്പ. അങ്ങനെ ഒരു അജണ്ടയിലാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങുന്നതിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ ആരെയും ദ്രോഹിക്കാൻ പാടില്ല. അങ്ങനാണെങ്കിൽ ഡിറ്റക്റ്റീവായിട്ട് ചാക്കോച്ചൻ തന്നെ വേണം. ഡിറ്റക്റ്റീവ് ചാക്കോ, CI പ്രകാശ്. പറയാനൊരു വെയിറ്റ് ഉള്ളത് ഡിറ്റക്റ്റീവ് ചാക്കോൻ തന്നെയാ. അതെ. ഡിറ്റക്റ്റീവിന് ഈ കോളനിയിലെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ നമുക്കൊരാൾ വേണം. അത് വേണം. അതിന് നമുക്ക് CK സുന്ദരേശനെ ഏർപ്പാടാക്കാം. അയാളാണല്ലോ ഈ കോളനിയെ കുറിച്ച് കഥ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഏത് മുക്കിലും മൂലയിലും കയറി ചെല്ലാൻ സുന്ദരേശന് കഴിയും. അയാളതിന് സമ്മതിക്കൂ? അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ചേട്ടത്തി ഉണ്ട്, കൊടുക്കാം. ചേട്ടത്തി ഒരു കോളുണ്ട്. ആരാന്നറിയില്ല. പിന്നെ വിളിക്കാൻ പറയടാ. ഹലോ, റോങ് നമ്പർ. അല്ല പിന്നെ അയ്യോ,
ഇത് നമ്മുടെ സുന്ദരേശനല്ലേ? പേടിയ പള്ളി വലുതുകാലെ ചുറ്റി. സുന്ദരേശ, സുന്ദരേശ, ഡേയ്, ഇയാളിതെന്തോന്ന് പെരുവഴിയില്ല? സുന്ദരേശ, സുന്ദരേശ സാറേ, സാറേ, ഡേയ്. അയ്യോ എന്നെ വണ്ടി ഇടിച്ചേ. ആ വണ്ടി ഇടിച്ചല്ലേ, ഇത് ഞാനായത്. ഇതെന്ത് പെരുവഴിയില്? നീ എന്തോന്ന് പറഞ്ഞ? ഇവിടെ റോഡില്, അതല്ല ആദ്യം പറഞ്ഞത്. പെരുവഴിയില്. കിട്ടി. നിന്നാണ് കലക്കം പേര്. ഒരു പേരിന് വേണ്ടി ഇന്നലെ മുഴുക്കൻ ഞാൻ ഇടവഴി കുത്തിയിരുന്ന് ആലോചിക്കുകയാണ്. അയ്യോ, പെരുവഴിയല്ല, പെരുവഴി. നീ എന്നെ എഴുത്തുമായനൊന്നും പഠിപ്പിക്കണ്ട, മനസ്സിലായില്ലേ? എനിക്കൊരു പുതിയ സീരിയലിന്റെ ടൈറ്റിൽ വേണമായിരുന്നു. അങ്ങനെ അലഞ്ഞടക്കരുത്. എന്താ ഇപ്പൊ കിട്ടി, പെരുവഴി. നാളെ ഷൂട്ടിംഗ് കൊടുക്കണോടെ. അതെ, സുന്ദരേശ സാറിനെ കാണാൻ ഞാനും അന്നമ്മ ചേട്ടത്തി ഇവിടെ സ്ക്രിപ്റ്റോടെ വന്നിരുന്നു. എന്തായിരുന്നേ? ആ, പ്രകാശ് സാറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ വല്ല സീരിയൽ എങ്ങാനും തട്ടിക്കൂട്ടനാടേ. അതൊന്നും അല്ല, അമേരിക്കയിൽ നിന്ന് വന്ന അന്നമ്മ ചേട്ടത്തി ഈ കോളനിയിൽ ഒരു CID ഓഫീസ് തുടങ്ങുന്നു. CID ഓഫീസാ? എടാ, ഈ സീരിയൽ എഴുത്തുകാരന് ഈ CID ഓഫീസിൽ എന്താ കാര്യം? കാര്യമുണ്ട്, അതൊക്കെ വിശദമായിട്ട് പറയാം. ഒന്ന് എഴുന്നേറ്റെ, എഴുന്നേക്ക്, പിടിച്ച് വലിക്കാതെ കാര്യം പറയട്ടെന്ന്. കാര്യം വല്ലോം പറയാം, ഉണ്ടെങ്കിൽ പറയാം. എനിക്ക് പോകാനുള്ളതെന്ന്. മാവേലി നാടു വണിടുങ്കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഈ പാട്ട് CK സാറ് കേട്ടിട്ടുണ്ടോ? എടാ പോടാ പോടാ പോടാ. നീ ഇത് പോയ വല്ല കൊച്ചു പിള്ളേരുടെ എങ്ങനെ പറ. എടാ, ഈ പാട്ട് ആരെ കറഞ്ഞു പറ. എടാ, ഇത് നമ്മളെ ചക്കപ്പരുത്ത് എന്ന സീരിയലിന്റെ ടൈറ്റിൽ സോങ്. എന്റെ സാറ് ഇത് കേരളത്തിന്റെ ടൈറ്റിൽ സോങ് ആണ്, അല്ല ചക്കപ്പഴത്തിന്റെ അല്ല. അങ്ങനെ മാവേലി തമ്പുരാന്റെ കീഴിൽ മലയാള നാട് എങ്ങനെയായിരുന്നു അതുപോലെയായിരുന്നു ചാക്കോ സാറ് ഭരിക്കുമ്പോ ഈ ജവഹർ കോളനിയുടെ അവസ്ഥയും. അതെ, എനിക്ക് പറയട്ടെ, പെട്ടെന്നായിരുന്നു എല്ലാം അവസാനിച്ചത്. പ്രകാശ് കുമാർ ഈ കോളനിയുടെ അധികാരം ഏറ്റെടുത്തു. അതോടെ ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർന്നു. അതെ, എനിക്ക് സീരിയൽ പുതിയ കേക്ക്. അനീതിയും അക്രമവും കൊടികുത്തി വാണു. ക്രൂരതയുടെ കാട്ടുമൃഗങ്ങൾ പീലി വിടർത്തി ആടി. ഒരു പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് ഓഫീസർ ഇങ്ങനെയാണെങ്കിൽ ഈ ജവഹർ കോളനിയുടെ ആർട്സ് ക്ലബിന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ പറയണം, പറഞ്ഞേ പറ്റൂ, പറയാൻ നിങ്ങൾ വെറുതെ ഇരുന്ന് ഉറങ്ങി കിടന്ന് എന്നെ വിളിച്ചുണർത്തിക്കൊണ്ട് നീന്താ ചക്കപ്പരന്റെ ശരി. അപ്പൊ എന്നെ അടിക്കാൻ കൊണ്ടുവന്ന ആളാണല്ലേ? അതല്ലെന്ന്. പിന്നെ അതടാ ഈ കിളവന്റെ ഷേപ്പുള്ള പയ്യെ. മേജർ തങ്കപ്പ് മൽഹോത്ര പൂछता है. ഞാൻ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ പ്രോബ്ലം? തങ്കപ്പൻ എന്നാണ് യഥാർത്ഥ പേര്. പട്ടാളത്തിൽ ചേർന്നതിന് ശേഷമാണ് മൽഹോത്ര കയറിയത്. ഹിന്ദി ആയി പോയി. ആ പിന്നെ എന്റെ പൊന്ന് മേറണ്ണ, ഈ വേലപ്പെണ്ണ എന്തൊരു പിത്തലാട്ടങ്ങൾ പറയണേ. പിസ്തള ഇരുമ്പ് ഒന്നുമല്ല. ഞാൻ ചാക്കോ സാറിന്റെ CID ഓഫീസിനെ കുറിച്ച് പറയായിരുന്നു. അല്ല, അപ്പോൾ അക്കാര്യം മിസ്റ്റർ CK സുന്ദരേശൻ ഇതുവരെ അറിഞ്ഞില്ലേ? ഞാൻ അതിന്റെ ലൈസൻസ് സംബന്ധമായ കാര്യങ്ങൾ എപ്പോഴേ ഏർപ്പാടാക്കി കഴിഞ്ഞു. ഒരുപാട് ബുദ്ധിമുട്ടി കേട്ടോ. അതിനിപ്പോ ഞാൻ എന്തൊരു വേണം? ഈ കോളനിയിലെ മനുഷ്യ മനസ്സുകളെ തൊട്ടറിഞ്ഞ് ഈ കോളനിയുടെ കഥ എഴുതാൻ വന്ന നിങ്ങളാണ് ഈ ഡിറ്റക്റ്റീവ് ഏജൻസിയിലെ സ്പൈ. സോണൽ മാനേജർ കം ഡിറ്റക്റ്റീവ്. എനിക്ക് പറ്റൂല. ഉറച്ച തീരുമാനമാണോ? അതെ. അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങളെ വെടിവെച്ച് കൊല്ലേണ്ടി വരും. മേരണം പറഞ്ഞ് ചുമ്മായിരിക്കും അല്ലേ? അല്ല, പറഞ്ഞ പോലെ ചെയ്യും. ഉറച്ച തീരുമാനം അത്. നടക്ക്. അതെ, ഒന്ന് രണ്ടുപേരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് നമ്മളെ കൊടുക്കാനുള്ള പുതിയ അടവാണ്. നിന്നോട് എത്രാമത്തെ പ്രാവശ്യമാ പറയുന്നത്? ബിന്ദുവിനെ കുറിച്ച് അവള് പറഞ്ഞ് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ബിന്ദു അങ്ങനെ ചെയ്യത്തില്ല അല്ലേ? പറഞ്ഞ രണ്ടുപേർക്ക് ഉറപ്പായ സ്ഥിതിക്ക് നിങ്ങളങ്ങ് പൊക്കോ, ഞാനിവിടെ വന്നോളാം. എടാ, ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിരിക്കണം. മനസ്സിലായി? നമ്മളായിട്ട് ഉണ്ടാക്കിയ പ്രശ്നം നമ്മളായിട്ട് തന്നെ തീർക്കണം. പറഞ്ഞ വാ. ഈ നടി ബിന്ദു നിങ്ങളാരാ? പുതിയ സീരിയലിന്റെ പ്രൊഡ്യൂസറാ. ആര്? നീ തന്നെ. അതെ, ഞാൻ തന്നെ. ഞാനെപ്പോഴാണ് പ്രൊഡ്യൂസർ ആയത്? നിന്നെ ഇപ്പൊ പ്രൊഡ്യൂസർ ആക്കി. ഞാൻ വേണമെങ്കിൽ ഡയറക്ടറും ആവും. ചേച്ചി ഞങ്ങളെ വിളിപ്പിച്ചത് പറയാം. കോളനിയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അന്ന് ആനിവേഴ്സറി ഫംഗ്ഷനിലെ പ്രശ്നങ്ങൾ അത് അന്നത്തോടെ തന്നെ തീർന്നു.
ആ നേതാവും ബാലപ്പനും കൂടി പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കാൻ ശ്രമിച്ചില്ലേ? ഇല്ല. പുറത്തിറങ്ങിയ പോലീസുകാർ റാഞ്ചി കൊണ്ടുപോകുന്നു പറഞ്ഞ് ആ പ്രകാശ് സാർ ഞങ്ങളെ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞു. അയാൾ പറഞ്ഞിട്ടാ ഞങ്ങൾ ഇതെല്ലാം ചെയ്തത്. നിങ്ങൾ ചെയ്ത ശരിയാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ചെയ്തത് തെറ്റാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ നിവൃത്തികേട് കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയതാണ്. ബിന്ദു, ഞങ്ങൾക്ക് തിരിച്ചു കോളനി കയറണം. ചാക്കോച്ചനോടും അമ്മച്ചിയോടൊക്കെ മാപ്പ് പറയണം. നിങ്ങൾ വരണം. കാര്യങ്ങളുടെ സത്യാവസ്ഥ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കോളനിയിലേക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും നല്ല സന്ദർഭം ഇത്. എന്താ ചേച്ചി? ചാക്കോ സാർ കോളനിയിൽ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങുന്നുണ്ട്. നിങ്ങൾ വന്ന് അദ്ദേഹത്തെ ഒന്ന് കണ്ട നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണയുണ്ടാവും. തീർച്ചയായിട്ടും ഞങ്ങൾ വരാൻ ചേച്ചി. ശരി, അപ്പൊ കോളനി വെച്ച് കാണാം. ശരി. ഓക്കേ. പോട്ടെ. വാ. ഇതെന്താ നട്ടുച്ചയ്ക്ക് നനഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ വല്ല കിണറ്റിലും ചെന്ന് വീണോ? കോളനിയുടെ ഗേറ്റ് വരെ കനത്ത മഴയായിരുന്നു. ഇതിനകത്താണെ കൊടും വെയിലും. അതങ്ങനെയാ, അത്രയ്ക്ക് നല്ല ആളുകളല്ലേ ഇവിടെ താമസിക്കുന്നത്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്ന് വല്ല വിഷമം കലക്കി തരാനാണോ? അപ്പച്ച, ഞങ്ങളോട് ക്ഷമിക്കണം. ആ പ്രകാശ് കുമാർ സാറ് പറഞ്ഞിട്ടാ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത്. ആദ്യം ഈ തല തോർത്തി ഡ്രസ്സൊക്കെ മാറുക പോ. പ്രകാശ് കുമാർ കൈയൊഴിഞ്ഞു എന്ന് ബോധ്യമായപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാമായിരുന്നില്ലേ? ആ സമയത്ത് അയാൾ പറയുന്നത് അനുസരിക്കുകയല്ലാതെ മറ്റു പോംവഴിയൊന്നും ഇല്ലായിരുന്നു. തന്നെയല്ല, ഞങ്ങൾ വിഷം കലക്കുന്നത് മൊബൈൽ ഫോൺ വെച്ച് ഷൂട്ട് ചെയ്തിരുന്നല്ലോ. ഐജിക്കും മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒളിവിൽ കഴിയല്ലാതെ വേറെ മാർഗ്ഗമില്ലായിരുന്നു. ഈ കോളനിയിൽ വീണ്ടും വരാൻ നിങ്ങൾക്ക് പേടി തോന്നിയില്ലേ പ്രകാശ് കുമാർ ഇവിടെ ഉള്ളപ്പോൾ? ഇപ്പോ ഞങ്ങൾക്ക് പേടിയില്ല സർ. കാരണം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഡിറ്റക്റ്റീവ് ചാക്കോ സാറിന്റെ മുമ്പിലാണ്. ആ, ഈ ഒരുമയുടെ ദൃഢത ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ. ഈ കോടതിക്ക് വേണ്ടി നമുക്ക് പലതും ചെയ്യാൻ കഴിയും. നിങ്ങൾ CID ചാക്കോച്ചന്റെ കുഞ്ഞു CIDകളാണ്. കോളനി